നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിയായ ജിസ്മോളുടെ മരണം വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിലിന്റെ വലിയ മീറ്റിംഗ് നടന്നിരുന്നു, ജാഥ നടന്നിരുന്നു. അതേപോലെ തന്നെ പിതാവ് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായി ഇപ്പോൾ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക്, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഉടനെ അറസ്റ്റ് നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഫോറൻസിക്കിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഫോറൻസിക്കിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി അങ്ങനെ 15 ദിവസത്തിന് ശേഷം പിടിച്ചിരിക്കുകയാണ്, സുഹൃത്തുക്കളെ പിടിച്ചിരിക്കുകയാണ്. ഏറ്റുമാനൂർ ജിസ്മോൾ കേസ് ഞാൻ പറയണ്ടല്ലോ, ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ലേഡി 2 കുട്ടികളെയും കൂട്ടി ആത്മഹത്യ ചെയ്ത ഈ കേസ്, അതിന് 15 ദിവസത്തിന് ശേഷം ഒരു കൺക്ലൂഷൻ വന്നിരിക്കുകയാണ്. ഭർത്താവിനെയും ജിസ്മോളുടെ അമ്മായി അച്ഛനെയും പിടിച്ചിരിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ട് ലേറ്റായി എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഇപ്പോൾ 15 ദിവസമൊക്കെ വേണ്ടി വന്നോ? കാരണം ഈ കേസ് ഉണ്ടായ സെക്കൻഡ് ഡേയോ തേർഡ് ഡേ തന്നെ അനിയനും അച്ഛനും വന്നിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇങ്ങനെ വീട്ടിലുള്ള പ്രശ്നങ്ങളും ഗാർഹിക പീഡനവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇപ്പോഴാണ് 15 ദിവസത്തിന് ശേഷമാണ് ഇതിനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. 2 റീസൺ ആവാം. ലേറ്റ് ആവാൻ 2 റീസൺ ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഈ കുറ്റം ചെയ്തത് ഇവരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്യേണ്ട രീതിയിലോ ഉള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, അനിയനും അച്ഛനും ഇത്ര വ്യക്തമായി ഇവിടെ വന്ന് സംസാരിച്ചല്ലോ, പിന്നെ എന്താണ് അതുപോലെ തെളിവ് എന്ന്. അപ്പം ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും ആ ഒരു തെളിവിൽ പിടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ആക്ച്വലായിട്ട് എന്താണോ, അല്ലെങ്കിൽ ആ 2 വ്യക്തിയുടെ നേരെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഭാഗത്തുനിന്നും ഉള്ള എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ട് പൂട്ടുന്ന രീതിയിൽ ഇതൊരു ചാൻസാണ്. ഇല്ലേ, സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് മനഃപൂർവ്വം കേസിന് വേണ്ട പ്രയോറിറ്റിയോ ഇമ്പോർട്ടൻസോ കൊടുക്കാത്തതാണ്. എന്തായാലും 15 ദിവസത്തിന് ശേഷം ആളെ പിടിച്ചു. പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചത്, അന്നത്തെ ന്യൂസ് അല്ലെങ്കിൽ അച്ഛൻ്റെ ഇവരുടെയും വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ജിസ്മോളുടെ അമ്മായിയമ്മയും 2 നാത്തൂനും. ഈ 2 പേരെയും കൂടെ പിടിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതും കൂടെ നോട്ട് ദ പോയിന്റ്. കാരണം അവർ പേരിൽ പോയി എന്നുള്ള ആർക്കറിയാം. ജിമ്മിക്കും കുടുംബത്തിനുമെതിരെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഇവരിൽ നിന്ന് ചോദിച്ചറിയുന്നത്? അമൃത, ഇന്നലെ കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രിക്ക് ജിസ്മോളുടെ പിതാവും കുടുംബാംഗങ്ങളും നേരിട്ട് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ധൃതി പിടിച്ചുള്ള പോലീസ് നടപടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പോലീസ് 1 മണിക്കൂറായി ഇപ്പോൾ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനൊരു കഥയും കൂടെ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിന്റെ അടുത്ത് ഡയറക്റ്റ് പരാതി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു ആക്ഷൻ വന്നത്. അപ്പോൾ വൈ ലേറ്റ്? ഞാൻ പറഞ്ഞതാണോ കാരണം 15 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരാളെ എന്ത് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയി കേസ് കൊടുത്ത് കാര്യം പറഞ്ഞ് SD അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ എന്തിനാ ഇതൊക്കെ ലേറ്റ് ആക്കുന്നത്? ഒരാൾ ചെയ്തു എന്ന് മനസ്സിലാക്കിയ വേഗം അവനെ പിടിച്ചുകൂടെ? പുറത്തിറങ്ങി ഈ എത്രത്തോളം സമയം നിങ്ങൾ കൊടുക്കുന്നു അത്രത്തോളം അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുക ചെയ്യുക. അവൻ നല്ലൊരു വക്കീലിനെ കാണും, വക്കീലിനോട് സംസാരിക്കും, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് പറയും. നല്ല ബുദ്ധിയുള്ള വക്കീലാണ്, ചിന്തിച്ച് കൂട്ടും. മെയിനായിട്ട് ആളൂരായിരുന്നു. ആളൂർ ഇപ്പം അറിയാമല്ലോ, 2 ദിവസം മുമ്പ് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതേ ബുദ്ധിയുള്ള ആൾക്കാരെ അടുത്താണ് എത്തുന്നതെങ്കിൽ സുഖമായിട്ട് രക്ഷപ്പെടും. അതിനുള്ളൊരു അവസരം കൊടുക്കരുത്. ഞാൻ വീണ്ടും പറയാം, എന്തൊക്കെ തെളിവ് കളക്ട് ചെയ്യാനാണെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പിടിക്കുക, കൊടുക്കേണ്ട പണിഷ്മെന്റ് കൊടുക്കുക. 1 മണിക്കൂറായി ഇപ്പോൾ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ജിസ്മോളുടെ ഭർത്താവിന്റെ പിതാവ് തോമസിനെയും ചോദ്യം ചെയ്യുകയാണ്. ഈ ചില വിവരങ്ങൾ ഇവരിൽ നിന്നും തേടേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് കസ്റ്റഡിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടില്ല. നേരെ മറിച്ച് ഈ നേരത്തെ ഉണ്ടായിരുന്ന ശാസ്ത്രീയ പരിശോധന, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ അടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലവും അതോടൊപ്പം നേരത്തെ ഉണ്ടായ മൊഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലേക്കുള്ള നടപടികൾ വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തം. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം തെളിവൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെളിവ് ഫുള്ള് കളക്ട് ചെയ്തിട്ട് പിടിക്കാൻ നിന്നോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് മൊബൈൽ രേഖ നോക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ നോക്കണം, എന്നിട്ട് ഉറപ്പിച്ചാൽ മാത്രമേ ഒരു
ഈ പ്രൊസീജിയറിലോട്ട് പോകുമോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു ന്യൂസായിട്ട് എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രതീക്ഷ തരുന്ന ഒരു ന്യൂസായിട്ട് എനിക്ക് ബേസിക്കലി ഈ ന്യൂസിനെ കുറിച്ച് തോന്നുന്നില്ല. ഞാൻ ഈ ന്യൂസ് മാറ്റിയിട്ട് കേരളീയം എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് നോക്കാം. വളരെ വിശദീകരിച്ച് പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഉടനെ അറസ്റ്റ് നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ഗാർഹിക പീഡനം നടന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ മൊഴിയെടുക്കാനായിട്ട് വിളിച്ചത്. അവിടുത്തെ ഏറ്റുമാനൂർ SHOയുമായി ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ കൃത്യമായ തെളിവില്ലാതെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ജാമ്യത്തിലിറങ്ങി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എനിക്കുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ഇതിൽ കൺവേ ചെയ്യുന്ന രീതിയിലാണ് കേരളീയം ന്യൂസിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾ, അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള വീഡിയോ. അതിൽ കൺവേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ കറക്റ്റായിട്ട് തെളിവില്ലാണ്ടാണ് ഈ പെർട്ടിക്കുലർ ആളെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് പുറത്തിറങ്ങി എന്ത് ചെയ്യാം, എൻ്റെ നേരെ തെളിവൊന്നുമില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് തെളിവ് നോക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, പുറത്തിങ്ങനെ ഒരാളെ നിർത്തി കഴിഞ്ഞിട്ട് അവന് കുറേ ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവൻ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും കണ്ടുപിടിക്കും. ഇങ്ങനെയൊക്കെ ചാടും. ഇപ്പോൾ ജിമ്മി ചെയ്ത തെറ്റാണ്, ജിമ്മി ഇതിലൊരു കുറ്റവാളിയാണെന്ന് ജിമ്മിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മി രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ നോക്കും. അതിനുള്ളൊരവസരമല്ലേ ഈ 15 ദിവസം കിട്ടുന്നത് കൊണ്ട് ആവുന്നേ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തെളിവുകൾ മൂലം ജിമ്മി 100% ലോക്കാവും. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടുമെന്നാണെങ്കിൽ 15 അല്ല 200 ദിവസം എടുത്താലും കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് പുറത്തു വന്നിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം ഈ കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബങ്ങളിലെ കലഹം ഒഴിവാക്കുന്നതിനായിട്ട് 100-ലധികം പുസ്തകങ്ങളിൽ നിരന്തരം പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾ കേട്ടുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ രാത്രി 8 മണിക്ക് വീട്ടിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ധാരാളം 100ഓളം പുസ്തകങ്ങൾ ബുക്കുകൾ അവർക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്നു. ഓരോരുത്തരുടെയും ബുക്കിൽ ദിവസവും അവർ ഒപ്പിടണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവർ SIക്ക് നേരെ ആരോപണങ്ങളും വാക്കുകൾ കൊണ്ടുള്ള കല്ലേറുകളും ഒക്കെ ഉണ്ടായി. എപ്പോഴൊക്കെ അദ്ദേഹത്തോട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്യക്തമായ തെളിവില്ലാതെ വ്യക്തമായ കാര്യങ്ങളില്ലാതെ ഞങ്ങൾക്കൊരാളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് അദ്ദേഹം ജാമ്യത്തിലിറങ്ങി പോകുന്നതല്ല ശരി. SHO ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോലീസുകാരനാണ്. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്താണ് ഈ SHO ചെയ്ത ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നോ എന്നറിയില്ല. ആ ഏരിയയിൽ മദ്യപിച്ച് കഴിഞ്ഞ് രാത്രി ഭാര്യയുമായിട്ട് കലഹം ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും, പിടിക്കും. എന്നിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കും. എന്നിട്ട് ഈ ബുക്കിൽ ആഴ്ചതോറും ഇവർ വന്ന് എന്ത് ചെയ്യണം, സിഗ്നേച്ചർ ഇടണം. എന്നിട്ട് വൈഫ് പറയുകയും ചെയ്യണം ഇവർ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്യൂ ഉണ്ട്. അങ്ങനെ സ്വന്തമായി അവനവൻ്റെ മൈൻഡിൽ എന്തൊക്കെ രീതിയിൽ ആ ഏരിയയിലെ തെറ്റും കുറ്റങ്ങളും ഒക്കെ ഒഴിവാക്കാമെന്ന് നോക്കിയ ഒരാളാണ്. അപ്പം ജനങ്ങൾക്ക് അത്രയും പ്രതീക്ഷയുള്ള ഒരാളാണ്. അപ്പോൾ പ്രതീക്ഷയുള്ള ആളുടെ കയ്യിൽ നിന്ന് 15 ദിവസമായിട്ടും ഇത്രയും വലിയൊരു തെറ്റ് നടന്നിട്ട് അതിനൊരു പ്രതികരണം ഉണ്ടാവാണ്ട് നിൽക്കുമ്പം ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്തു പോകും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ചെയ്യുന്നതിന് നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. ചെറിയ 2 ആൾക്കാർ വീണ് മരിച്ച് അവരുടെ അച്ഛനും അമ്മയും കടന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടും പിടിക്കുന്നില്ല 15-16 ദിവസമായിട്ട് എന്ന് പറയുമ്പം ഉണ്ടാവുന്ന ഒരു ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു മൈൻഡും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴികൾ, ഇവരുടെ 2 പേരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. ഉടനെ തന്നെ ഭർത്തൃമാതാവിൻ്റെയും മൊഴി രേഖപ്പെടുത്തും. അവർ അസുഖബാധിതയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് എക്സ്ക്യൂസ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ അവരെയും അവിടേക്ക് വിളിക്കുന്നതാണ്. ഫോണിലെ സംഭാഷണങ്ങളും ഒരസുഖവും നോക്കേണ്ട, അഭിനയമായിരിക്കും. അവരെയൊക്കെ എന്തായാലും പിടിക്കണം. അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് ഇവരെ കൊണ്ട് അനുഭവിച്ചത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് അവരുടെ അസുഖം നോക്കുകയാണ്. എന്തായാലും പിടിക്കണം, ചോദിക്കുകയും ചെയ്യണം. ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത അസുഖം അഭിനയിച്ച് നിൽക്കുകയായിരിക്കും ചിലപ്പോൾ. ഫോണിലെ സംഭാഷണങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനകളും ഒക്കെ ഇപ്പം പുറത്തു വന്ന സാഹചര്യത്തിലാണ് അവരോട് മൊഴിയെടുക്കാനായി അവരെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൊഴിയെടുക്കുന്നതോട് കൂടി തന്നെ അറസ്റ്റ് ഉണ്ടാകും. തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് ഗാർഹിക പീഡനം കൃത്യമായി നടന്നു എന്ന് ധാരാളം മൊഴികൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ പരിശോധിച്ചപ്പോഴൊക്കെ തനിക്ക് ഗാർഹിക പീഡനം അനുഭവിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുന്ന പല ശബ്ദ സന്ദേശങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മതി
പോലീസിന് അത്യാവശ്യം വേണ്ട തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഗാർഹിക പീഡനം അനുഭവിച്ചു. ഗാർഹിക പീഡനത്തിന് കൊടുക്കാവുന്ന പണിഷ്മെൻ്റ് ഇല്ലേ, അതെങ്കിലും ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് കിട്ടിയാൽ മതി. കാരണം ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വിടുക എന്ന് കരുതി നിങ്ങൾക്ക് ഇങ്ങനെ ചവിട്ടി മെരുക്കാനുള്ളൊരു സിസ്റ്റം അല്ല. അവർക്കും അവരുടേതായ വീടും വേർത്തും ഡിഗ്നിറ്റിയും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ജോബും എല്ലാം ഉള്ള ഒരാളാണ്. കല്യാണം കഴിച്ച് കൊണ്ടുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് ചവിട്ടി അരയ്ക്കാം എന്നൊക്കെ ഉള്ളത് പഴയ സിസ്റ്റം. പണ്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല, പഴയ സിസ്റ്റം. ഇന്ന് ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല, ഇന്ന് ഇതൊന്നും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. സോ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കാണിക്കാണ്ട് നിൽക്കുക. ഓരോ കേസ് വരുന്ന സമയത്തും ഒരു ജനറൽ പബ്ലിക് എന്ന നിലയിൽ നമുക്ക് ആ കേസ് കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ഉള്ളിൽ വിഷമവും സങ്കടവും ദേഷ്യവും പരാതിയും പരിഭവവും എല്ലാം ഇങ്ങനെ നിറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇമോഷൻ്റെ പുറത്താണ് നമ്മൾ ഈ തെറ്റ് ചെയ്തിട്ടുള്ള ആളെ പിടിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ആളൂർ വക്കീൽ മരിച്ച സമയത്ത് പറയാവുന്ന ഒരു കാര്യമല്ല, എന്നാലും ഞാൻ പറയാം. ഈ സൗമ്യയുടെയൊക്കെ കൊലക്കേസ് വന്ന സമയത്ത് ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഇത്രയും മൃഗീയമായ ഒരു പെണ്ണിൻ്റെ അടുത്ത് പീഡിപ്പിച്ച ഒരു വ്യക്തിയെ രക്ഷിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരുടെ മനസ്സിലും പോയൊരു കാര്യമുണ്ട്, ഒരു തോട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയേണ്ട നമ്മളുടെ വായന്ന് വീണൊരു വാക്കുണ്ട്. ഇതാണ് ജനം മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യപ്പെറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ പ്രശ്നം അല്ലെങ്കിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക തെറ്റ് ചെയ്തിട്ടുള്ളവന് ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇമോഷൻ മാത്രമേ ഈ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കേസിലുള്ളൂ. ഇപ്പം നമുക്ക് ആ കേസിൽ വന്ന ഒറ്റൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിനെയും അമ്മായിയച്ഛനെയും പിടിച്ച് കസ്റ്റഡിയിലെടുത്തു, സംസാരിക്കുന്നു, തെളിവുകളുണ്ട്, ഇനി ബാക്കിയുള്ളവരും പിടിക്കണം. ഇതിൽ നിന്ന് മാറി അവരെ പിടിച്ച് തെളിവോടുകൂടി കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് അതൊരു ശിക്ഷയിലോട്ട് പോകുന്ന ലെവലിലെത്തുമ്പോഴേ ഇത് ജനറൽ പബ്ലിക്കിന് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജിസ്മോളിന് വേണ്ട നീതി കിട്ടുന്നുള്ളൂ. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.